ഇതാണ് മുട്ടയുടെ തലമണ്ട അടിച്ച് പൊളിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫേവററ്റ് മുട്ടക്കറി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ അപ്പം ഇടിയപ്പം ആണെങ്കിൽ ഈ കറി അതിൻ്റെ കൂടുതൽ കഴിക്കാൻ അടിപൊളിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഈ മുട്ടക്കറി നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മുട്ട തിളപ്പിച്ചത് ഇല്ലെങ്കിൽ മുട്ട താളിച്ചത് എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പം ഇടിയപ്പം പത്തിരി ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഈ കറി അടിപൊളിയാണ്. നമുക്ക് ആദ്യം ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള കട്ടിങ്ങൊക്കെ ഒന്ന് തീർത്ത് വയ്ക്കാം. ഒരു മീഡിയം സൈസ് സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ഇടാം. പിന്നെ ലേശം മല്ലിയല്ല, അത് ഓപ്ഷണലാണ്. പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഒറ്റ തേങ്ങാപ്പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ, തിക്കായിട്ട്. നമുക്ക് പാനിനകത്ത് ആദ്യം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം, എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കടുകിടാൻ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു വറ്റൽമുളക് രണ്ടായി മുറിച്ചത്, പിന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, നീളത്തിലരിഞ്ഞ പച്ചമുളക്, അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് സോത്തയായി വരണം. ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ സോത്ത ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് മണം കിട്ടും. നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിത് പൊട്ടിച്ചൊഴിച്ചാണ് ഈ മുട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് മുട്ട വേവിച്ചിട്ട് ഇടാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഇതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സവാള വേണ്ട, ചെറുള്ളി മാത്രം മതിയെങ്കിലും ചെറുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാനുള്ളതാണ്. സവാളയുടെ കൂടുതൽ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ട് ഈ സവാള വഴറ്റുമ്പോഴത്തേക്കല്ലേ ഒന്ന് വേഗം വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സവാള ഇട്ടതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ഉപ്പിടാറ്. ഇതൊക്കെ ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി ജോയിൻ ചെയ്തതിന് ശേഷം പഠിച്ചെത്തിയ ട്രിക്സാണ്. ഈ റെസിപ്പിക്ക് നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഒത്തിരി ബ്രൗൺ ആവുന്ന നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ആക്കാം. ഈ ബ്രൗൺ ആക്കണ തോറും നമ്മളുടെ ഗ്രേവിയുടെ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി എടുക്കുവാണെങ്കിൽ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ഈ സോഫ്റ്റായി വരുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ബിൽറ്റഡ് എന്നാണ് പറയുക. നന്നായിട്ട് വീക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് സോത്തെ ദി ഓണിയൻസ് ടിൽ ഇറ്റ്സ് ഗെറ്റ് ബിൽറ്റഡ് എന്നാണ് പറയുക. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്കിതിനാവശ്യമുള്ള പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയേക്കാളും കൂടുതൽ മുളക് പൊടി. അപ്പം ഇത് രണ്ടിനേക്കാളും കൂടുതൽ വേണം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടി മല്ലി ഫ്ലേവറുള്ള ഒരു കറിയാണ്. ഒരു യെല്ലോ ബ്രൗണിഷ് കളർ വരും. ഈ പൊടികൾ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് പച്ച സ്മെല്ല് പോകുന്നവരെ വഴറ്റിയെടുക്കാം. നമുക്കൊരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുവാണെങ്കിൽ ഈ പച്ച പൗഡറിൻ്റെ കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഞാൻ ഒരു കപ്പ് അളവ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്ന മുമ്പ് തന്നെ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ. ഞാനൊരു 3 മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുട്ടയുടെ തലമണ്ട അടിച്ച് പൊളിക്കുന്നത്. മുട്ട ഇട്ടതിന് ശേഷം നമ്മുടെ ഫയർ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയത്തിലാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഈ മുട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി കളയാം. എന്നാലും നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കാതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഈ മസാല കൂടി മുട്ടയുടെ മുകളിലും ശരിയായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് വേകാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാലല്ലേ അടിക്ക് പിടിക്കത്തില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചിരിക്കും. ഒരു 30 സെക്കൻഡ്സ് കൂടി അടച്ച് വയ്ക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞു. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ലൈസർ, ഇത് മമ്മിയുടെ സ്ലൈസറാണ്, പുള്ളിക്കാരത്തി കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വെടിയിച്ച് കൊടുക്കാം.
അപ്പോൾ ഏകദേശം മുട്ട ഒന്ന് ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്രഷ് പെപ്പർ ഇട്ട് കൊടുക്കാം മുട്ടയുടെ മുകളിൽ. ഇപ്പോൾ ഫയർ കുറച്ചിട്ട് നമുക്ക് ഈ മുട്ടയുടെ മേലിൽ ഈ ചാരൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട ഒന്ന് വെൽഡനായി കിട്ടും. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് കുറച്ചും കൂടി നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ 3 മുട്ട ഇങ്ങനെ സെപ്പറേറ്റായിട്ട് പിടിച്ചിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു 30 സെക്കൻഡ്സ് കൂടി ഒന്നും കൂടി അടച്ച് വയ്ക്കാം. നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. നമ്മളുടെ തിക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു സ്ലോ ഫയറിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗരം മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത് രണ്ടും ഞാൻ റോസ്റ്റ് ചെയ്താണ് പൊടിച്ചേക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മല്ലിയില ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് റെഗുലറായിട്ട് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫിനിഷും ചെയ്യാം. അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളുടെ പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയില്ലേ, ഇത് എൻ്റെ ഒരു ഫേവററ്റ് മുട്ടക്കറി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ അപ്പം ഇടിയപ്പം ആണെങ്കിൽ ഈ കറി അതിൻ്റെ കൂടുതൽ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.